ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് രാജ്യത്തുണ്ടായ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഒടുവിൽ വഴങ്ങി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനമൊഴിയേണ്ടി വന്നത് കേന്ദ്ര ഭരണത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത അധികാര കേന്ദ്രങ്ങളായ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനേറ്റ കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ വിശ്വസ്തനായ മന്ത്രിയെ സംരക്ഷിച്ചു നിലനിർത്താൻ സർക്കാരും ഭരണ നേതൃത്വവും അവസാന നിമിഷം വരെ സാധ്യമായ സകല അടവുകളും പയറ്റിയെങ്കിലും പ്രക്ഷോഭകരുടെ ഉറച്ച നിലപാടിന് മുന്നിൽ എല്ലാ നീക്കങ്ങളും പൂർണ്ണമായും പാളുകയായിരുന്നു. മുൻകാലങ്ങളിൽ സമാനമായ പ്രതിസന്ധികൾ ഉയർന്നു വന്നപ്പോൾ പ്രതിരോധം തീർക്കാൻ സഹായിച്ച രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും CJPയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന ഈ സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ ഫലം കണ്ടില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ രാഷ്ട്രീയ തിരിച്ചടി വരും നാളുകളിൽ ഭരണപക്ഷത്തും പാർട്ടിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ CJP പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയപ്പോൾ മുതൽ തന്നെ ആ സമരത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ മാനങ്ങൾ തിരിച്ചറിയുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. സാധാരണ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ പോലെ ഇതും തനിയെ ശമിക്കുമെന്ന തെറ്റായ കണക്കുകൂട്ടലായിരുന്നു ഭരണകൂടം. എന്നാൽ ഇന്ത്യൻ സാമൂഹിക അന്തരീക്ഷത്തിൽ ചോദ്യപേപ്പർ ചോർച്ച എന്ന വിഷയം സൃഷ്ടിക്കാവുന്ന വൈകാരികമായ പ്രതികരണങ്ങളെയും രോഷത്തെയും കൃത്യമായി അളക്കുന്നതിൽ സർക്കാരിന്റെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും പൂർണ്ണമായും പരാജയപ്പെട്ടു. ഭരണകൂടത്തിന്റെ വിലയിരുത്തലുകളെ അട്ടിമറിച്ചുകൊണ്ട് സകല പ്രതിബന്ധങ്ങളെയും നിയന്ത്രണങ്ങളെയും കാറ്റിൽ പറത്തി ജൂലൈ 21-ന് പ്രക്ഷോഭകരായ വിദ്യാർത്ഥികൾ പാർലമെന്റ് കവാടത്തിലേക്ക് മാർച്ച് ചെയ്തെത്തിയതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ അടിത്തറയിളകിയത്. പരമ്പരാഗതമായ യാതൊരു വലിയ സംഘടനാ പിൻബലവും ഇല്ലാതെ രംഗത്ത് വന്ന CJPയുടെ സമരം വളരെ പെട്ടെന്നാണ് രാജ്യവ്യാപകമായ പിന്തുണ നേടി ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ മാനങ്ങൾ കൈവരിച്ചത്. സമരം രൂക്ഷമാകുകയും ഇതിന് പിന്നാലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ കൂടി വിദ്യാർത്ഥികൾക്ക് പരസ്യ പിന്തുണയുമായി രംഗത്തിറങ്ങുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ സർക്കാരിന്റെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തി. പ്രമുഖ പ്രവർത്തകൻ സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചതോടെ പ്രശ്നങ്ങൾ തണുക്കുമെന്നും അന്തരീക്ഷം ശാന്തമാകുമെന്നും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ കണക്കുകൂട്ടലും അസ്ഥാനത്തായി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ഒറ്റ ആവശ്യത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു വിദ്യാർത്ഥികൾ. മന്ത്രിയുടെ രാജി ഒഴികെ മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുമുള്ള വാഗ്ദാനം നൽകി CJPയെ അനുനയിപ്പിക്കാൻ സർക്കാർ പ്രതിനിധികൾ ആവത് ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല. പ്രക്ഷോഭകരുടെ രോഷം തണുപ്പിക്കാനായി ഒന്നിനു പുറകെ ഒന്നായി നിരവധി തിടുക്കപ്പെട്ട നടപടികൾക്ക് സർക്കാർ തുടക്കമിട്ടു. പൊതുപരീക്ഷകളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പുതിയ ഭേദഗതി ബിൽ പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള തീരുമാനം ഇതിന്റെ ഭാഗമായിരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വലിയ ഉടച്ചുവാർക്കലുകൾ നടത്തുകയും ക്രമക്കേടുകളിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ അടിയന്തരമായി പിരിച്ചുവിടുകയും ചെയ്തു. ഇതിനു പുറമെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ തസ്തികയിൽ നിന്ന് മാറ്റാനും സർക്കാർ നിർബന്ധിതരായി. അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് 2 തവണ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചെങ്കിലും അതൊന്നും പ്രക്ഷോഭകരിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. അതിനിടെ ആരോപണ വിധേയനായ നരേഷ് പാൽ ഗ്വാങ്കറിനെ പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ച സർക്കാരിന്റെ തീരുമാനം പ്രക്ഷോഭത്തിന് കൂടുതൽ എണ്ണ പകരുകയും സർക്കാരിന് വൻ തിരിച്ചടിയാവുകയും ചെയ്തു. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഈ നിയമത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നതോടെ സർക്കാരിന്റെ അനുനയ നീക്കങ്ങൾ പൂർണ്ണമായും തകർന്നു. പുറത്തുനിന്നുള്ള ഈ വൻ പ്രക്ഷോഭങ്ങൾക്ക് പുറമെയാണ് BJPക്കുള്ളിൽ നിന്നും മുറുമുറുപ്പുകളും അസ്വസ്ഥതകളും പരസ്യമായി ഉയരാൻ തുടങ്ങിയത്. മുതിർന്ന BJP നേതാവായ മുരളി മനോഹർ ജോഷി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നത് ഭരണ നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. ജോഷിയുടെ പരസ്യ പ്രതികരണം ഒരു തുടക്കം മാത്രമാണെന്നും മന്ത്രിസഭയിലെ ചില മുതിർന്ന കേന്ദ്രമന്ത്രിമാർക്കിടയിൽ പോലും നിലവിലെ കൈകാര്യം ചെയ്യൽ രീതികളിൽ കടുത്ത അതൃപ്തി പടർന്നിട്ടുണ്ടെന്നുമുള്ള സൂചനകൾ പുറത്തുവന്നു. സ്ഥിതിഗതികൾ ഇനിയും വഷളായാൽ പാർട്ടിക്കുള്ളിലെ പല പ്രമുഖരും പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുമെന്ന സാഹചര്യം സംജാതമായി. BJPയുടെ നിലവിലെ സംഘടനാ നേതൃത്വത്തിന് ഭരണ നേതൃത്വത്തോട് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിനോ നിർണായക തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിനോ ഉള്ള ആർജവമില്ലെന്ന രൂക്ഷമായ വിമർശനവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായി ഉയർന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നിർബന്ധിത രാജി BJPക്കുള്ളിൽ വലിയൊരു ആഭ്യന്തര ഉൾക്കലഹത്തിന് തന്നെ വഴി തുറക്കാനാണ് സാധ്യത. മോദി ഷാ കൂട്ടുകെട്ടിന്റെ സർവാധിപത്യത്തിനും അതീശത്വത്തിനും ഏറ്റ ഈ വൻ തിരിച്ചടി ഇതുവരെ അതൃപ്തി ഉള്ളിലൊതുക്കി കഴിഞ്ഞിരുന്ന പല മുതിർന്ന നേതാക്കൾക്കും വരുംനാളുകളിൽ പരസ്യമായി ചോദ്യങ്ങൾ ഉയർത്താനുള്ള ധൈര്യം നൽകും. ചുരുക്കത്തിൽ വിദ്യാർത്ഥികളുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഈ പോരാട്ടം BJPയിലെയും സംഘപരിവാറിലെയും നിലവിലുള്ള അധികാര രസതന്ത്രങ്ങളിലും സമവാക്യങ്ങളിലും തികച്ചും പുതിയതും അപ്രതീക്ഷിതവും മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്.